മെൻഷൻ ചെയ്യാൻ റെഡിയാണോ? എന്നാ വേഗം കേട്ടോളൂ, പോയി മെൻഷൻ ചെയ്തോളൂ. നമുക്ക് എല്ലാവർക്കും ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കാറ്റഗറി പേഴ്സൺസിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഒരു കാലത്ത് നമ്മുടെ ഏറ്റവും വലിയ കംഫർട്ട് സോൺ ആയിരുന്നവര്, അവരിങ്ങനെ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ ഓക്കെ നമുക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു വല്ലാത്ത മനോധൈര്യം വരുന്ന, പ്രായത്തിൻ്റെതാണെന്നൊക്കെ തോന്നുമെങ്കിലും അതല്ലാത്ത ഒരു ടൈപ്പ് ആൾക്കാർ. ആൻഡ് എന്തും പോയി പറയാം, നമ്മളെ ജഡ്ജ് ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു പ്ലേസ്. അങ്ങനെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും അവരോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ എല്ലാ ലൈഫിലെ എന്താ പറയുക ഡിസിഷൻസും ഡ്രീംസും എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ ഒരു വ്യക്തി. പക്ഷെ കാലം കഴിഞ്ഞ് എന്തൊക്കെയോ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മെയിൻ ലിസ്റ്റിൽ നിന്ന് ഒരു താഴെത്തട്ടിലേക്ക് പോയി. കോണ്ടാക്ട് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഫ്രണ്ട് ആണോ എന്ന് ചോദിച്ചാൽ അതേ ഫ്രണ്ടാണ്. ആ ഫ്രണ്ട്ഷിപ്പിൽ ഒരു മാറ്റം വന്നിട്ടില്ല. എന്നാൽ കോണ്ടാക്ട് ഉണ്ടോ എന്ന് ചോദിച്ചാലോ ചാറ്റ് ലിസ്റ്റിൽ അടിയിലാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയാറില്ല. സ്റ്റാറ്റസ് എല്ലാം കാണാറുണ്ട്, സ്റ്റോറീസ് എല്ലാം നോക്കാറുണ്ട്, തമ്മിൽ അറിയാം, കീപ്പ് ഇൻ ടച്ച് എന്നുള്ളൊരു അവസ്ഥയിൽ. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ സാഹചര്യം കൊണ്ടൊക്കെ പോയി താഴെ പോകുന്നതാണെങ്കിലും പിന്നെ നമ്മുടെ ഒരു എഫേർട്ട് ഇടുന്നില്ല. ആ ഒരു കാറ്റഗറി എന്താണെങ്കിലും നമുക്ക് കാലക്രമേണ ലൈഫിൽ പുതിയ ആൾക്കാർ വരും. അതെന്തായാലും നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാണ് പുതിയ ആൾക്കാർ വരുന്നത്. പക്ഷെ ഇത്തരം ചില കംഫർട്ട് സോണ് നമ്മളൊരു എഫേർട്ട് ഇട്ട് ചിലപ്പോൾ ഒരു വേർഡ് നമ്മൾ ജസ്റ്റ് ഒരു ചാറ്റിൽ പറഞ്ഞാൽ മതി, ആ ഒരു കംപ്ലീറ്റ് പ്രോബ്ലം ബ്രേക്ക് ഡൗൺ ആയിട്ട് എന്താ പറയുക സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഒരു സ്റ്റാർട്ടിങ് ട്രബിളേ ഉണ്ടാവുള്ളൂ. റണ്ണായി കിട്ടിയാൽ പിന്നെ അത് പഴയ ട്രാക്കിനേക്കാൾ മികച്ചതായിരിക്കും. കാരണം കുറച്ചും കൂടി ഒക്കെ ലൈഫിൽ അപ്ഡേഷൻ വന്ന പ്രായത്തിലാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ ഒരു 30 ശേഷമാണ് ശരിക്കും നമുക്ക് നമ്മള് മിസ്സാക്കി കളഞ്ഞവരാണോ ഇവര്, നമ്മൾ ചേർത്ത് പിടിക്കേണ്ടവരാണോ ഇവര് എന്നൊക്കെ തോന്നുക. അപ്പോൾ അത്തരം ഇടങ്ങളിലേക്ക് ഒരു വേർഡ് കൊണ്ടാണെങ്കിൽ ഓടിച്ചെന്ന് തിരിച്ചു പിടിച്ചോളൂ കേട്ടോ. കാരണം അങ്ങനെ കിട്ടുന്ന റിലേഷൻഷിപ്പുകളൊക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ ഏറ്റവും അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് നമുക്ക് ഏറ്റവും ആവശ്യവുമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓടിപ്പോയിട്ട് മെൻഷൻ ചെയ്തോളൂ. മെൻഷൻ ചെയ്യാനോ ഇനിയിപ്പോൾ ഈ ഒരു മെസ്സേജ് ഷെയർ ചെയ്യാനോ ആണെങ്കിൽ പോലും നമുക്ക് അവരെ സെർച്ച് ചെയ്യേണ്ട അവസ്ഥയായിരിക്കും. കാരണം ചാറ്റ് ലിസ്റ്റിൽ അടിയിലായിരിക്കുമല്ലോ, പ്രത്യേകിച്ച് നമ്മളൊന്നും ഷെയർ ചെയ്യാറില്ല. സോ ഇത് ഷെയർ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പൊ ബൈ.